ഇളക്കിമറിച്ച് കേരളോത്സവത്തിന് തുടക്കം. സംസ്ഥാനതല കേരളോത്സവത്തിന് എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് വർണ്ണാഭമായ തുടക്കം. വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് തിരിതെളിച്ചതോടെയാണ് ഏപ്രിൽ 11 വരെ നീണ്ടുനിൽക്കുന്ന യുവതയുടെ കലാകായികോത്സവത്തിന് സമാരംഭമായത്. സംസ്ഥാനതല കേരളോത്സവത്തിന് കോതമംഗലത്ത് വർണ്ണാഭമായ തുടക്കം. വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് തിരിതെളിയിച്ചതോടെയാണ് ഏപ്രിൽ 11 വരെ നീണ്ടുനിൽക്കുന്ന യുവതയുടെ കലാകായികോത്സവത്തിന് സമാരംഭമായത്. കോതമംഗലത്ത് നടക്കുന്ന ഈ വർഷത്തെ കേരളോത്സവം ഒരു ചരിത്രമായി മാറട്ടെയെന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ മന്ത്രി പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടും കോതമംഗലം തെരഞ്ഞെടുത്ത് ഉചിതമായി. ഈ സാധ്യതകളെ വളരെ നന്നായി ഉപയോഗിച്ചുകൊണ്ട് കുറേ കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് നമ്മുടെ MLA ആന്റണി ജോൺ തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യുവജന ക്ഷേമ ബോർഡ് ഇത്തവണ വച്ചിരിക്കുന്ന മുദ്രാവാക്യവും വളരെ പ്രസക്തമാണ്. നോ പറയാം മയക്കുമരുന്നിനോട് ചേർത്ത് പിടിക്കാം നമ്മുടെ നാടിനെ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു മുദ്രാവാക്യമാണ് യുവജനക്ഷേമ ബോർഡ് ഇതിൻ്റെ ഭാഗമായി ഏറ്റെടുത്തിട്ടുള്ളത്. നമുക്ക് ചിലപ്പോൾ തോന്നും ഈ ചെറുപ്പക്കാർക്കൊക്കെ എന്ത് പറ്റി. ചിലർ പറയും പണ്ടൊക്കെയാണെങ്കിൽ ചെറുപ്പം വളരെ ഉജ്ജ്വലമായിരുന്നു, ഇപ്പൊക്കെ വഴിതെറ്റി പോയിട്ടുണ്ടോ എന്ന് തോന്നിയെന്ന് വരാം. ചെറുപ്പം എല്ലാ കാലത്തും വഴിതെറ്റലുകളുണ്ടാവും, എല്ലാ കാലത്തും നല്ല നിർവഹണങ്ങളുണ്ടാകും. ഇപ്പോൾ നമ്മൾ വയനാട് ജില്ലയ്ക്കകത്ത് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ കേരളം കണ്ട ഏറ്റവും വേദനിപ്പിക്കുന്ന ദുരന്തമുണ്ടായിരുന്നു. ആ ദുരന്ത ഭൂമിയിൽ സഹായം എത്തിക്കുന്നതിനും രക്ഷാപ്രവർത്തനങ്ങൾക്കും വേണ്ടി ജീവൻ പോലും എന്തും സംഭവിക്കുമെന്ന് തോന്നുന്ന ഘട്ടത്തിലും എടുത്ത് ഇറങ്ങിയതിൽ മഹാഭൂരിപക്ഷം ചെറുപ്പക്കാർ തന്നെയാണ്. എല്ലാ യുവജന സംഘടനകളും ആര് മുൻപിൽ എന്ന രൂപത്തിൽ അവിടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി. ഒരു സംഘടനയുടെയും ഭാഗമല്ലാത്ത ആളുകളും രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുകയുണ്ടായി. ഇത് ആദ്യത്തെ അനുഭവമല്ല. ഇപ്പോൾ പ്രളയം നോക്കൂ. പ്രളയം വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിയവരിൽ ചെറുപ്പക്കാർ, ജീവിതത്തിൽ ഒരിക്കലും ഒരു രാഷ്ട്രീയം സ്വീകരിക്കാതിരുന്ന ആളുകൾ, പ്രൊഫഷണലുകളായ ആളുകൾ, IT ചെറുപ്പക്കാർ തുടങ്ങി സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ചെറുപ്പക്കാർ ഉൾപ്പെടെ എല്ലാവരും രക്ഷാപ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി. അത് നമ്മുടെ ചെറുപ്പത്തിന് വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല എന്നതിൻ്റെ തന്നെ തെളിവാണ്. യുവജന ക്ഷേമ ബോർഡ് ഈ കേരളോത്സവത്തിൻ്റെ ഭാഗമായി ഈ സന്ദേശം പ്രചരിപ്പിക്കാൻ തീരുമാനിച്ചത് തന്നെ ഏറ്റവും ഉചിതമായി. അത് ഇനിയും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ എല്ലാവരും ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കല ഇതിനെ മറികടക്കാൻ പറ്റുന്ന ഒരു പ്രധാന ഘടകമാണ്. അത് ലഹരിയെ മറികടക്കാൻ കഴിയുന്നതാണ്. വിശാലമായ മാനവികത, നീതിബോധം ഇതൊക്കെ ശക്തിപ്പെടുത്തുന്നതിൽ കലയ്ക്ക് അതിൻ്റെതായ പങ്ക് വഹിക്കാൻ കഴിയും. എന്നാൽ ഇപ്പോൾ കല ആവിഷ്കാരത്തിൽ ചില ചരിത്ര സംഭവങ്ങൾ ചെറുതായി പ്രതിപാദിച്ചാൽ പോലും വലിയ തോതിൽ ആക്രമണം നേരിടേണ്ടി വരുന്നു. ഇപ്പോൾ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഏതെല്ലാം രൂപത്തിലാണ് അതിപ്പോൾ പല മേഖലകളിലേക്ക് കടന്നു കയറിക്കൊണ്ടിരിക്കുന്നത്. യുവജനക്ഷേമ ബോർഡ് ഏറെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളാണ് സതീഷിന്റെ നേതൃത്വത്തിൽ ഈ വർഷങ്ങളിൽ നടത്തിയിട്ടുള്ളത്. അവരെ സതീഷിനെയും ബോർഡ് അംഗങ്ങളെയും ഈ സന്ദർഭത്തിൽ ഞാൻ ഗവൺമെന്റിന് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുന്നു. വളരെ മികച്ച രീതിയിലാണ് ഈ കലോത്സവം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളോത്സവം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൂട്ടായ പ്രവർത്തനം, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ സ്ഥാപനങ്ങളും ഒന്നു ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള നാളുകൾ നല്ല മത്സരം, അതെല്ലാം ആസ്വദിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. മത്സരിക്കാൻ എത്തിയുള്ള എല്ലാ മത്സരാർത്ഥികൾക്കും വിജയം ആശംസിക്കുന്നു. മികച്ച രീതിയിൽ ഈ കലോത്സവം മുന്നോട്ട് പോകട്ടെ. കേരളോത്സവം കോതമംഗലം പുതിയ ചരിത്രം സൃഷ്ടിക്കട്ടെ. മന്ത്രിക്കും അതുപോലെ തന്നെ ആന്റണി ജോണിലേക്കും കൈമാറുകയാണ്. മാക്സിമിലേക്കും ബഹുമാനപ്പെട്ട മന്ത്രിക്കും കൈമാറുകയാണ്.
കോതമംഗലത്ത് ആദ്യമായാണ് സംസ്ഥാനതല കേരളോത്സവം നടക്കുന്നത്. നോ പറയാം മയക്കുമരുന്നിനോട് ചേർത്ത് പിടിക്കാം നമ്മുടെ നാടിനെ എന്ന മുദ്രാവാക്യത്തിൽ ഊന്നിയാണ് ഇത്തവണ കേരളോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെ ഒരു ജനകീയ മുന്നേറ്റം ആവശ്യമാണ്. എന്നാൽ യുവാക്കളെല്ലാം മയക്കുമരുന്നിന്റെ പിടിയിലായി എന്ന് പറയുന്നത് ശരിയല്ല. ഏറ്റവും ഒടുവിൽ വയനാട് ചൂരൽമലയിലുണ്ടായ വലിയ ദുരന്തത്തിൽ ജീവൻ പോലും പണയം വെച്ച് രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയതിൽ ഭൂരിഭാഗവും യുവാക്കളായിരുന്നു. പ്രളയകാലത്തും യുവതയുടെ സേവന സന്നദ്ധത നമ്മൾ കണ്ടതാണ്. എന്നാൽ വഴിതെറ്റിപ്പോകുന്നവരും ഇക്കൂട്ടത്തിൽ ഉണ്ടെന്നത് സത്യമാണ്. അവിടെയാണ് കേരളോത്സവം പോലുള്ള കലാകായിക മേളകളുടെ പ്രാധാന്യം വർദ്ധിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ കാലത്ത് സമൂഹത്തിൽ മതനിരപേക്ഷ അവബോധം സൃഷ്ടിക്കേണ്ടത് ആവശ്യമാണ്. അതിന് കക്ഷിരാഷ്ട്രീയ മത സാമുദായിക വേർതിരിവുകൾ ഇല്ലാതെ എല്ലാവർക്കും ഒത്തുചേരാൻ കഴിയുന്ന പൊതുവിടങ്ങൾ ശക്തിപ്പെടുത്തണം. യുവതയെ ചേർത്തുപിടിക്കുന്ന നയമാണ് സർക്കാരിനുള്ളത്. ഇവിടെ തന്നെ പഠനത്തിന് അവസരം നൽകി നാട്ടിൽ തന്നെ ജോലി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് സർക്കാർ മുന്നോട്ടു പോകുന്നത്. പൊതുവിദ്യാഭ്യാസ രംഗത്തെ മികച്ചതാക്കുന്നതിനോടൊപ്പം സ്വകാര്യ മേഖലകളുടെ സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന ഉദ്ദേശമാണ് സർക്കാരിനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. യുവജനങ്ങളുടെ കലാകായിക സർഗശേഷികൾ മാറ്റുരയ്ക്കാൻ അവസരം നൽകുക എന്ന ലക്ഷ്യം മുൻനിർത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് സംഘടിപ്പിക്കുന്ന കേരളോത്സവത്തിൽ വിവിധ ഇനങ്ങളിലായി 59 കലാമത്സരങ്ങളും 118 കായിക മത്സരങ്ങളുമാണ് നടക്കുക. പ്രധാന വേദിയായ മാർബേസിൽ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മാനവരാശിയെ തകർക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്ന് എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതുപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും KJ മാക്സി MLA, യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ S. സതീഷ്, കോതമംഗലം നഗരസഭാ ചെയർമാൻ KK ടോമി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ റഷീദ സലീം, റാണിക്കുട്ടി ജോർജ്, FIT ചെയർമാൻ R. അനിൽകുമാർ, MPI ചെയർമാൻ EK ശിവൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ PM മജീദ്, മിനി ഗോപി, PK ചന്ദ്രശേഖരൻ നായർ, CB മാത്യു, ഗോപി മുട്ടത്ത്, ജസി സാജു, ഖദീജ മുഹമ്മദ്, കാന്തി വെള്ളക്കയ്യൻ, യുവജനക്ഷേമ ബോർഡ് മെമ്പർ സെക്രട്ടറി VD പ്രസന്നകുമാർ, അംഗങ്ങളായ റോണി മാത്യു, S. കവിത, സന്തോഷ് കാല, PM ഷബീർ അലി, ഷെരീഫ് പാലോളി, ഷെനിൻ മന്ദിരാട്, ജില്ലാ യൂത്ത് കോർഡിനേറ്റർ AR രഞ്ജിത്ത്, ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ R. പ്രജീഷ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളോത്സവത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കോതമംഗലം നഗരത്തിൽ വർണ്ണാഭമായ വിളംബര ഘോഷയാത്രയും സംഘടിപ്പിച്ചിരുന്നു. വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുടെ ബാനറുകൾക്ക് കീഴിൽ ഫ്ലോട്ടുകളുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ നടന്ന ഘോഷയാത്ര സമ്മേളന വേദിയായ മാർബേസിൽ ഗ്രൗണ്ടിലാണ് സമാപിച്ചത്.
ഇന്ന് ബേസിൽ സ്കൂൾ വേദിയിൽ കലാമത്സരങ്ങളും മാർ അത്തനേഷ്യസ് കോളേജ് ഗ്രൗണ്ടിൽ കായിക മത്സരങ്ങളും നടക്കും. ഏപ്രിൽ 11 നടക്കുന്ന സമാപന സമ്മേളനം നിയമസഭാ സ്പീക്കർ എം.എൻ. ഷംസീർ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.